കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമായി ക്രൈസ്തവര് മാറിയിരിക്കുന്നു. യുദ്ധ സമാനമായ അന്തരീക്ഷം ഉണ്ട്. ഇനി നമ്മുടെ നാട്ടിലേക്ക് നോക്കിയാലോ, നമ്മുടെ ഭാരതത്തിലേക്ക് നോക്കിയാലോ, നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് തങ്ങളുടെ സന്യാസ വസ്ത്രവും ഇട്ടിട്ട് നോർത്ത് ഇന്ത്യയിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. നിങ്ങൾക്കറിയാം, ക്രൈസ്തവ സ്കൂളില് ഒരു ബൈബിൾ ഇരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ കേസ് എടുത്തിരിക്കുന്നു. ക്രിസ്മസിന് ഒരു സെമിനറിയിൽ നിന്നുള്ള സെമിനറിക്കാര് ക്രിസ്മസിന് കരോൾ സിംഗിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോയത്ര നക്ഷത്രവും വിളക്കും ഒക്കെ തലയിൽ വെച്ചിട്ട് ജയിലില്ല. 2 പേരെ 3 പേരെ അവരെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോയത്രേ. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വെച്ച് വലിയ ബഹളം, പിന്നെ റെയിൽവേയിൽ വെച്ച് ബഹളം. ബഹുമാനപ്പെട്ട സീക്രട്ട് ഹാർട്ട് സിസ്റ്റേഴ്സ്, SH സിസ്റ്റേഴ്സ് എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അവര് നോർത്ത് ഇന്ത്യയിലേക്ക് തങ്ങളുടെ പോസ്റ്റലൻസിനെയും കൊണ്ട് ട്രെയിനിൽ പോകുമ്പോൾ ഇത് മതപരിവർത്തനത്തിന് എന്ന് പറഞ്ഞിട്ട് വേറെ വിഷയം. അവരെ പാതിരാത്രി വരെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയ അവസ്ഥ നോക്കൂ. സാഹചര്യം സമാനമാണ്. പല മനസ്സുകളും അശാന്തമാണ്. വെറുപ്പ് കൊണ്ട്, വിദ്വേഷം കൊണ്ട്, വിദ്വേഷം കൊണ്ട്, നശിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, എല്ലാത്തിൻ്റെയും അധിനിവേശം അത് ആഗ്രഹിച്ചുകൊണ്ട് വലിയ അശാന്തി ഹൃദയങ്ങളിൽ ഉണ്ട്. ആ അശാന്തി ചുറ്റുപാടും വിതയ്ക്കുകയും ചെയ്യുന്നു. അതിന് ഒത്താശ ചെയ്യുന്ന മനുഷ്യരുമേറെ. മുനമ്പത്തെ വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. ഈ ഇടക്ക് സെയിന്റ് റീത്താസിൽ നടന്ന വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. എന്നിട്ട് മീഡിയ മുഴുവൻ നിറയുന്നത് എന്താണ്? ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയെടുത്ത് മേളം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, യേശു ക്രിസ്തുവിനെ രാജാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിൻ്റെയും ശൈലികൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇന്ത്യയിലെ പൗരന്മാർക്കുള്ള സകലമാന സ്വാതന്ത്ര്യവും നമുക്കുമുണ്ട്. അത് മനസ്സിലാക്കണം. ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ്. അത് മതേതര രാഷ്ട്രമായി തന്നെ നിലകൊള്ളണമെന്ന് ഏവർക്കും നിഷ്കർഷ വേണം, നമുക്കും നിഷ്കർഷ വേണം. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നിലപാടുകൾ വേണമെന്നാണ്. വ്യക്തികൾക്ക് നിലപാടുകൾ വേണം, പ്രസ്ഥാനങ്ങൾക്ക് നിലപാടുകൾ വേണം, സഭയ്ക്ക് നിലപാടുകൾ വേണം, ഈ പൊതുസമൂഹത്തിൽ നമുക്ക് നിലപാടുകൾ വേണം. തല കൊണ്ടുപോയി ഏതെങ്കിലുമൊക്കെ പ്രത്യയശാസ്ത്രത്തിന് വച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുറകെ പോകുന്ന ആ വിഡ്ഢിത്തം നാളുകളായി പാരമ്പര്യമായി നമ്മൾ കൊണ്ടു നടക്കുകയാണ്. നേരെ നിന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും സന്നദ്ധരാകുന്നില്ല. എന്തുകൊണ്ടാണ് നേതാക്കളെ നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് നേരെ കണ്ണിൽ നോക്കി ചോദിക്കാൻ കഴിയുന്നില്ല. ഇത് ഒരു പള്ളിപ്രസംഗമല്ല. പള്ളിപ്രസംഗം ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അതൊക്കെ ഇന്ന് രാവിലെ ഓരോ ദേവാലയത്തിലും നടന്നിട്ടുണ്ട്. ക്രിസ്തുരാജന്റെ തിരുനാൾ പൊതുസമൂഹത്തിലുള്ള സ്നേഹത്തിന്റെയും നന്മയുടെയും നീതിയുടെയും സമാധാനത്തിന്റെയും തിരുനാളാണ്. എനിക്ക് പറയാനുള്ളത് അതേക്കുറിച്ച് മാത്രമാണ്. ഇവിടെയുള്ള രാഷ്ട്രീയക്കാര്, പാർട്ടികള് ഇവിടുത്തെ സമാധാനം നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള പ്രസ്ഥാനങ്ങള്, ഇവിടെയുള്ള രാഷ്ട്രീയം മാത്രമല്ല, ഇവിടെയുള്ള മാധ്യമങ്ങള്
നാടിന്റെ സ്വസ്ഥത കെടുത്താൻ കൂട്ടുനിൽക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയാൻ ക്രിസ്തുരാജന്റെ ഈ വൻപിച്ച സമ്മേളനത്തിൽ ഉച്ചത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, ഓരോ നിയമനിർമ്മാണങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ നാടുകളിൽ കണ്ടു, ഒരു നിയമനിർമ്മാണം നടത്തിവെച്ചിട്ട് അത് എങ്ങനെയാണ് പൗരന്മാർക്ക് പിന്നീട് വലിയ കെണിയായി മാറുന്നത്. ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കും മുകളിൽ പോകുന്ന രീതിയിൽ ചില മത നിയമങ്ങൾ ഇവിടെ നിയമമാക്കി വച്ചിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഒരുത്തനും നാവില്ലേ? അതിനെതിരെ നിലകൊള്ളാൻ എല്ലാവരും ഒന്നിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കിയത്രേ. പ്രമേയം പാസാക്കി. നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായല്ലോ അത്തരത്തിലുള്ള നിയമങ്ങളുടെ പ്രശ്നങ്ങൾ. എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് അത് മനസ്സിലാവുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ജനതകൾ അതിശക്തമായ നിലപാടുകൾ എടുക്കുന്നില്ല? അത് ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയല്ല. അത് നിയമനിർമ്മാണം നടത്തിയവരായാലും നിയമസഭയിൽ പ്രമേയം പാസാക്കിയവരായാലും അതുപോലെ തന്നെ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ ക്രൈസ്തവരെ പ്രതിക്കൂട്ടിലാക്കാൻ, അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായാലും ഈ മൂന്ന് കൂട്ടരോടും ഒരുപോലെ ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ആരും ആരുടെയും അടിമകളായി നിൽക്കരുത് എന്നാണ്. നമുക്ക് വേണ്ടത് ക്രിസ്തുവിന്റെ അടിമത്വമാണ്. യേശു ക്രിസ്തുവിന്റെ അടിമത്വം നമ്മൾ സ്വീകരിച്ചാൽ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയും അടിമയായി നമ്മൾ മാറില്ല. മറ്റൊരു വ്യക്തിയുടെയും അടിമയായി നമ്മൾ മാറില്ല. ഒരു നേതാവിന്റെയും ഒരു പാർട്ടിയുടെയും അടിമയായി നമ്മൾ മാറില്ല. യേശു ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം നിനക്ക് സ്വന്തമാണോ? ഒരുത്തൻ മതി, ഒറ്റയൊരുത്തൻ നിന്നാലുണ്ടല്ലോ സകലതും അവിടെ നിൽക്കും. ആ ഒരു ധൈര്യത്തിലേക്ക് ക്രൈസ്തവ സഹോദരങ്ങൾ ഉണരണം. എനിക്ക് മറ്റൊന്നും പറയാനില്ല. ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ക്രൈസ്തവ സഹോദരങ്ങൾ ഉണരണം. പ്രശ്നം എന്താണെന്നോ? നിസ്സംഗത. ഫ്രാൻസിസ് പാപ്പ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞൊരു പ്രശ്നമാണ്. ഏറ്റവും വലിയ ഇന്നത്തെ പാപം നിസ്സംഗതയാണ്, ഇൻഡിഫറൻസ്. ഏറ്റവും വലിയ അഭാവം പർറേസിയ. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അഭാവം പർറേസിയ. എന്താ പർറേസിയ? ധീരത. ധീരത ഇത് ബൈബിളിലുള്ളതാണ്. ധൈര്യപൂർവം പ്രസംഗിക്കുക മാത്രമല്ല, ധൈര്യപൂർവം നിലപാടെടുക്കുന്നത്, ഇത് പർറേസിയ, ഒരു ബിബ്ലിക്കൽ പുണ്യമാണ്. പർറേസിയ, തുറവി, ധീരത. അത് വെടിഞ്ഞ് വലിയ നിസ്സംഗതയുടെ മാളങ്ങളിൽ നമ്മൾ ഒളിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റുമെന്നറിയാവോ? ഇവിടെ മുതലെടുക്കാൻ അറിയാവുന്നവരുണ്ട്. മുതലെടുക്കാൻ അറിയാവുന്നവരുണ്ട്. അവര് കാര്യങ്ങളൊക്കെ നടത്തും. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാര് എങ്ങനെയെങ്കിലും 10 വോട്ട് കിട്ടുക, അതിനുവേണ്ടി എന്തു തെമ്മാടിത്തത്തിനും തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. തീവ്രവാദ, ഭീകരവാദ, മതരാഷ്ട്രവാദ ആളുകളുമായി കൈകോർക്കുന്ന രാഷ്ട്രീയക്കാരിന്ന് പബ്ലിക്കായി പുറത്തു വന്നിരിക്കുന്നു. എന്താ നിലപാട്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചത് നമ്മുടെ പബ്ലിക് നിലപാടുകളെ കുറിച്ചാണ്. ഇതുപോലെ പബ്ലിക്കായി ഒരു പബ്ലിക് റോഡിലൂടെ, ഒരു പബ്ലിക് സ്ക്വയറിൽ എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ആയിരിക്കുമ്പോൾ പബ്ലിക്കായ നിലപാടുകൾ. അപ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ രാജത്വം
എൻ്റെ വ്യക്തിപരമായ, കുടുംബപരമായ, സഭാപരമായ, സമൂഹപരമായ ഒരു നിലപാടായി മാറിയാൽ എനിക്ക് ഒരു വ്യക്തിയോടും, ഒരു പാർട്ടിയോടും, ഒരു പ്രസ്ഥാനത്തോടും ഒരു വിധത്തിലും ഒരടിമത്തം ഉണ്ടാവുകയില്ല. ആ അടിമത്തം വലിച്ചെറിയാനുള്ള, ആ ചങ്ങല വലിച്ചെറിയാനുള്ള ശക്തമായ ആഹ്വാനമാണ് ഈ ഒരു ദിനം നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം സ്വീകരിച്ചവർക്ക് ഉള്ളിൽ സമാധാനം ഉണ്ടാവും. ഉള്ളിൽ സമാധാനം. ഒന്നും അവരെ അസ്വസ്ഥപ്പെടുത്തുകയില്ല, ഭയപ്പെടുത്തുകയില്ല. ഒന്നിനും അവര് സ്വന്തം ആത്മാവിനെ വിൽക്കാൻ ഒന്നിനു വേണ്ടിയും തയ്യാറാകില്ല. ഉള്ളിൽ സമാധാനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉള്ളിലെ സമാധാനം ഒന്ന്. രണ്ട്, ക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിച്ചവർക്ക് തീർച്ചയായും നിലപാടുകൾ ഉണ്ടായിരിക്കും. നിസ്സംഗത വെടിഞ്ഞ നിലപാട്. പ്രത്യേകിച്ച് അതിൻ്റെ സവിശേഷത അത് ചാരിറ്റിയാണ് എന്നുള്ളതാണ്. സ്നേഹത്തിൽ ഊന്നിയ നിലപാട്, വെറുപ്പിലൂന്നിയതല്ല. വെറുപ്പിലൂന്നിയതല്ല. ഞാൻ ഈ ഇടയ്ക്ക് എവിടെയോ പോയപ്പോൾ അവിടെ അച്ഛന്മാരുടെ എന്തോ പരിപാടിയായിരുന്നു. അപ്പോൾ ഒരാൾ കാര്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഈ ഇടയ്ക്കുള്ള എൻ്റെ ഇടപെടലുകൾ കൊണ്ടായിരിക്കണം വിപ്ലവകാരിയായ വൈദികനാണ് വന്നിരിക്കുന്നത്. വിപ്ലവകാരി. ഞാൻ കയറിയിട്ട് ആദ്യം പറഞ്ഞത് ദയവ് ചെയ്ത് എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റണം എന്നാണ്. വിപ്ലവത്തിൻ്റെ പിന്നിൽ പലപ്പോഴും വെറുപ്പാണുള്ളത്. വിപ്ലവത്തിന് പിന്നിൽ വെറുപ്പാണ്, വിദ്വേഷമാണ്, അധികാര താല്പര്യമാണുള്ളത്. പക്ഷേ വിപ്ലവം അതല്ല ക്രൈസ്തവന് വേണ്ടത്, മറിച്ച് പ്രവാചകത്വമാണ്. പ്രവാചകത്വം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു വെള്ളവും ചേർക്കാതെ ആരോടും കൃത്യമായി പറയാൻ, എന്നാൽ സ്നേഹം ഹൃദയത്തിൽ പാലിക്കാൻ കഴിയുന്നവനാണ് പ്രവാചകൻ. അപ്പോ വ്യത്യാസമുണ്ട്. വിപ്ലവവും പ്രവാചകത്വവും തമ്മിൽ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ നിലപാട് എന്നുള്ളത് സ്നേഹത്തിന്റെ നിലപാടാണ്. ക്രിസ്തു രാജ്യത്തിനെ അംഗീകരിക്കുന്ന ഒരാൾക്ക് തൻ്റെ സഹജീവികളുടെ ക്ലേശങ്ങളിൽ, കഷ്ടതകളിൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയാൻ ആവില്ല. എന്തൊരു കഷ്ടമാണ്. ചില സമയങ്ങളിൽ ചിലരൊക്കെ പറഞ്ഞതിൻ്റെ മനസ്സിൽ വരികയാണ്, ഓ ഇനി വേറൊന്നും ചെയ്യാനില്ല, വിട്ടുകളഞ്ഞേക്കുന്ന. ഓക്കെ. അപ്പോൾ മൂന്നാമത്, ക്രിസ്തു രാജാവിനെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചാൽ അടുത്തത് തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, സെക്യുലറിസത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളും, ഡെമോക്രസിക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളും, ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളും. ഇവിടെ ഒരു ഏകാധിപത്യ ശൈലികൾ പ്രബലപ്പെടുമ്പോൾ അതിനെതിരെ നിലകൊള്ളാൻ നമുക്ക് സാധിക്കും. ഫാസിസം, അതേക്കുറിച്ച് പോലും ചർച്ചകളുണ്ട്. ഫാസിസം ആണോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലാണോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിങ്ങനെ വേറെ വശത്തുകൂടി. പ്രിയപ്പെട്ടവരെ, നമുക്ക് വ്യക്തമായ നിലപാട് രാഷ്ട്രീയമായിട്ട് ഉണ്ടാകും. ഡെമോക്രസി, ജനാധിപത്യം പരിപാലിപ്പിക്കപ്പെടാൻ നമ്മൾ എപ്പോഴും ശക്തമായ നിലപാട് നമുക്കുണ്ടാവും. സെക്യുലറിസം, മതേതരത്വം. ഇന്ത്യ ഒരിക്കലും ഒരു ഹൈന്ദവ രാഷ്ട്രം ആകരുത്. ഇന്ത്യ ഒരിക്കലും ഒരു ഇസ്ലാമിക രാഷ്ട്രം ആകരുത്. ഇന്ത്യ ഒരിക്കലും ഒരു ക്രൈസ്തവ രാഷ്ട്രവും ആകരുത്. ഇന്ത്യ ഇന്ത്യയായി നിലകൊള്ളണം. ഈ ക്രിസ്ത്യൻ കൺട്രീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ക്രിസ്ത്യൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ചിലരുടെ വിചാരം അവിടുത്തെ ഭരണഘടന ബൈബിളാണെന്നാണ്. അങ്ങനെയാണോ? ഒരിക്കലുമല്ല. പ്രിയപ്പെട്ടവരെ, ഒരു മതഗ്രന്ഥവും ഭാരതത്തിൻ്റെ ആ കേന്ദ്ര പുസ്തകമായി ഒരിക്കലും വരരുത്. ഒരു മതഗ്രന്ഥവും, അത് ഗീതയാകട്ടെ, അത് ഖുറാനാകട്ടെ, അത് ബൈബിളാകട്ടെ, ഒരിക്കലും
കേന്ദ്രത്തിൽ വരരുത്, മറിച്ച് എന്താ വരേണ്ടത്? നമ്മുടെ ഭരണഘടന. ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. യേശുവിനെ ഓർത്തു നോക്കിയേ. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാഷ്ട്രത്തോടുള്ള നമ്മുടെ കൃത്യമായ സ്നേഹവും പൗരബോധവും നമ്മുടെ ഉത്തരവാദിത്വം എല്ലാം നിറവേറ്റാൻ നമുക്ക് സാധിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ഒരു